4ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ഈ വർഷം മുതൽ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നൽകിയിരിക്കുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പർ കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ വർഷം മുതൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മാതൃകയിലുള്ള ഒരു ചോദ്യപേപ്പർ മാതൃകയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മാതൃകയാണെന്ന് പ്രത്യേകം ഉറപ്പിക്കുന്നു. ഇതുപോലെ വരാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ചോദ്യപേപ്പർ വളരെ രഹസ്യമായി ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിലെന്താണുള്ളത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു മാതൃക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ചോദ്യപേപ്പറിലേക്ക് കിടക്കുന്നു. അപ്പോൾ നോക്കൂ, പ്രവർത്തനം 1, യഥോചിതം യോജിതം, ഉചിതമായി യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ തെന്നാലി രാമൻ്റെ കഥയാണ് എന്നുള്ളത് അറിയാം. ഇവിടെ 4 ചിത്രങ്ങളുണ്ട്. ഇവിടെ 1, 2, 3, 4, 5 ഓപ്ഷൻസും ഉണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ 4 ഉണ്ടെങ്കിൽ 4 മാത്രമേ തരുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ 5 ഓപ്ഷൻസാണ് നൽകുന്നത്. കൂടുതൽ ഓപ്ഷൻസ് നൽകുന്നത് നിങ്ങൾക്ക് ശരി ഉത്തരം അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ കറക്കി കുത്തി ശരിയാക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചിത്രം നോക്കി അറിയാം. എന്താണ്? തെന്നാലി രാമനോട് വിഷയം പറയുകയാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതെല്ലാം വായിച്ചു നോക്കാം. രാജ സ്വപ്നെ പ്രാസാദം പശ്യതി. എന്താണ്? രാജാവ് സ്വപ്നെ, സ്വപ്നത്തിൽ എന്ത് കാണുന്നു? പ്രാസാദം പശ്യതി. കൊട്ടാരം കാണുന്നു അല്ലേ? ആകാശത്തുള്ള കൊട്ടാരം കാണുന്നു അല്ലേ? അപ്പോൾ ഇതിലേതാണ് ഉത്തരം വരിക? ചിത്രം വരിക? പറയൂ. ഇതാണല്ലേ. അപ്പോൾ ഇതിങ്ങോട്ട് വരച്ച് യോജിപ്പിക്കുന്നു. തെന്നാലി രാമഃ വൃദ്ധവേഷം ധൃത്വ രാജഗൃഹം ആഗച്ഛതി. എന്താണ്? തെന്നാലി രാമൻ വൃദ്ധവേഷം ധൃത്വ, വൃദ്ധൻ്റെ വേഷം ധരിച്ച് രാജഗൃഹം ആഗച്ഛതി. എവിടേക്ക് വരുന്നു? കൊട്ടാരത്തിലേക്ക് വരുന്നു. അതേതാണ് ചിത്രം? പറഞ്ഞോളൂ. ഇതാണല്ലേ. ഓക്കെ. അടുത്ത് തെന്നാലി രാമം പ്രതി വിഷയം സൂചയതി. തെന്നാലി രാമനോട് വിഷയം പറയുന്നു. എന്ത്? ഇത്തരത്തിലൊരു കൊട്ടാരം നിർമ്മിക്കാനുള്ള ഒരു ആവശ്യം രാജാവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തെന്നാലി രാമനോട് പറയുകയാണ്. അതെന്താണ്? ഏതാണ് അതിൽ? ഇതാണല്ലേ. ഓക്കെ. പ്രാസാദ നിർമ്മാണായ ഉദ്ഘോഷണം കരോതി. പ്രാസാദ നിർമ്മാണം, കൊട്ടാരം നിർമ്മിക്കാനുള്ള ഉദ്ഘോഷണം, വിളംബരം ചെയ്യുന്നു. അത് ചിത്രമുണ്ടോ? ഇല്ല. അടുത്തത് തെന്നാലി രാമായ പാരിതോഷികം ദദാതി. തെന്നാലി രാമന് പാരിതോഷികം നൽകുന്നു. അതാ ഇവിടെ. കൃത്യമായിട്ടത് വായിച്ചു നോക്കി ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉത്തരമെടുത്ത് എഴുതാൻ കഴിയൂ. അത് ചിലപ്പോൾ മുകളിൽ തന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സംഭാഷണമായിട്ട് നൽകാം. ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു മാതൃകയുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഓക്കെ. ഇതിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ചോദ്യത്തിന് 5 മാർക്ക് വേണം. അവിടെ 4 മാർക്ക് നമുക്ക് കിട്ടി. അടുത്തത് നമ്മുടെ ഒരു പുതിയ രീതിയിലുള്ള ചോദ്യം. ഉചിതാഹ പ്രസ്താവനാഹ ചിത്വാ ലിഖിതു. ഉചിതമായ പ്രസ്താവനകൾ എടുത്തെഴുതുക എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഉചിതമായ പ്രസ്താവനകൾ ചോദിക്കുന്നത്? നോക്കൂ. പറമ്പിക്കുളം പാലക്കാട് ജില്ലായാമസ്തി. ശരിയാണോ? പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് ഉള്ളത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉചിതമായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ 1 ഉചിതമാണ് എന്നുള്ളത് നമ്മൾ ടിക്കട്ടു. അടുത്ത് നോക്കൂ. ആതിരപ്പള്ളി പാലക്കാട് ജില്ലായാമസ്തി. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണുള്ളത്. ആണോ? അല്ലല്ലേ. ആതിരപ്പള്ളി തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഇത് തെറ്റാണെന്നറിയാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉചിതമായ പ്രസ്താവനകളാണ്. അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്, അത് നമ്മൾ നോക്കണ്ട. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലായാമസ്തി. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണുള്ളത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 2 തെറ്റാണെന്ന് പറഞ്ഞു, 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ആ ഒരു ഉത്തരം വരുന്നത് ഏതാണ്? 1, 3 മാത്രം വരുന്നത് സി ആണ്. അപ്പോൾ ഇതിവിടെ എടുത്ത് എഴുതിയാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ 5 മാർക്കുകൾ നമുക്കവിടെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ വന്നു. ശരിക്കുള്ള ചോദ്യപേപ്പറിൽ ഓപ്ഷൻസ് ഉൾപ്പെടെ ഓപ്ഷൻ എ, ബി ഒക്കെ തരും. അതായത് ഒരു ചോദ്യത്തിൽ തന്നെ 2 ഓപ്ഷൻസൊക്കെ നൽകിയിട്ടായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ അത് നൽകിയിട്ടില്ല, അതുകൂടി ശ്രദ്ധിക്കണേ. പ്രവർത്തനം 2. ഉദാഹരണാനുസാരം പദാനി ഉപയോഗിച്ച് വാക്യനിർമ്മാണം കരോതു. ഉദാഹരണം അനുസരിച്ച് പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കൂ. നോക്കൂ, നമ്മുടെ 5ാമത്തെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വയം ഇവിടെ തന്നിട്ടുണ്ട്, ഗച്ഛാമഹ തന്നിട്ടുണ്ട്. നടക്ക് വായുമാർഗേണ, ജലമാർഗേണ, റെയിൽ മാർഗേണ, സ്ഥലമാർഗേണ. അപ്പോൾ നോക്കൂ, വയം റെയിൽ മാർഗേണ ഗച്ഛാമഹ എന്നുള്ള ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 എങ്ങനെയൊക്കെ ഉണ്ടാകും? പറയൂ. വയം വായുമാർഗേണ ഗച്ഛാമഹ.
വയം ജലമാർഗേണ ഗച്ഛാമഹ, വയം സ്ഥലമാർഗേണ ഗച്ഛാമഹ. ഈ രീതിയിൽ 3 ചോദ്യങ്ങൾക്കും 3 ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. വളരെ എളുപ്പത്തിൽ എടുത്തെഴുതാവുന്ന കേസേ ഉള്ളൂ. അടുത്ത നോക്കാം. ഉചിതാക്ഷരം ഉപയോഗിച്ച് പൂരയിതു. ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് പൂരിപ്പിക്കുക. ഡാഷ് കുടുംബം. ഏതക്ഷരം ഉപയോഗിച്ചാണ് അത് ശരിയാവുക? നോക്കൂ, ഇവിടെ തന്നെ വരാം. ല കുടുംബം, അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? മ കുടുംബം, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. ത കുടുംബം കേട്ടിട്ടുണ്ടോ? ഇല്ല. സ കുടുംബം. അപ്പോൾ സ എടുത്ത് എഴുതാം. ഇനി അടുത്ത് നയന ഡാഷ്, നയന സനോഹരം കേട്ടിട്ടുണ്ടോ? നയന തനോഹരം കേട്ടിട്ടുണ്ടോ? ഇല്ല. നയന മനോഹരം. ഇപ്പോൾ ഇവിടെ രണ്ടും എഴുതി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് 5 മാർക്കുകൾ ലഭിച്ചു. വളരെ എളുപ്പമല്ലേ? നോക്കൂ, 2 ഉത്തരങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നമുക്ക് ശരിക്കും ഉത്തരം അറിയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ് ചോദ്യപേപ്പറിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ ശരി ഉത്തരം നമുക്ക് കൃത്യമായിട്ട് എടുത്ത് എഴുതാൻ കഴിയണം. കറക്കി കുത്ത് നടക്കില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കണം. എല്ലാ വിഷയങ്ങളും ഈ രീതിയിൽ തന്നെയാണ് ചോദ്യപേപ്പർ കേട്ടോ. അടുത്ത് നോക്കൂ, ഖണ്ഡികാം പഠിത്വ പ്രശ്നാനാം ഉത്തരം ലിഖതു. ബ്രാക്കറ്റ് വായിച്ച് താഴെ തയ്ക്കുന്ന പാരഗ്രാഫ് വായിച്ച് ഉത്തരങ്ങൾ എഴുതൂ. എന്താണ് പാരഗ്രാഫ്? വായിക്കൂ. പാലക്കാട് ജില്ലായ മലമ്പുഴ ജലസംഭരണി ഉദ്യാനം ച വർത്തതേ. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ജലസംഭരണി, മലമ്പുഴ ഡാമും ഉദ്യാനവും ഉണ്ട്. തത്ര പറമ്പിക്കുളം വന്യജീവി സങ്കേതേ വനമഹിഷാഹ വ്യാഘ്രാഹ ഹരിണാഹ ച സന്തി. അവിടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ കാട്ടുപോത്ത്, കടുവ, ഹരിണാഹ മാനുകൾ എന്നിവ ഉണ്ട്. നഗരഹൃദയെ ടിപ്പു ദുർഗ അസ്തി. നഗരഹൃദയത്തിൽ എന്തുണ്ട്? ടിപ്പുവിൻ്റെ കോട്ടയുണ്ട്. കൽപ്പാത്തി ഗ്രാമസ്യ പ്രസിദ്ധ ഉത്സവ ഭവതി രഥോത്സവ. കൽപ്പാത്തി ഗ്രാമത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് രഥോത്സവം. ഓക്കെ, ഇതാണ് പാരഗ്രാഫ് വന്നിരിക്കുന്നത്. നമ്മുടെ പാലക്കാടിനെ സംബന്ധിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. പാലക്കാട് ജില്ലായാം ജലസംഭരണി കുത്ര വർത്തതേ. പാലക്കാട് ജില്ലയിൽ ജലസംഭരണി എവിടെയാണുള്ളത്? ഇവിടെ മലമ്പുഴ എന്നുള്ളതിൽ ഷാർട്ടടിയിലൊരു കുത്ത് വേണം, അത് ടൈപ്പിങ്ങിൽ മിസ്റ്റേക്കാണ്. മലമ്പുഴ അല്ലേ? പാലക്കാട് ജില്ലയിൽ എവിടെയുള്ളത്? മലമ്പുഴയിലാണ് ഡാമുള്ളത്. അടുത്ത നഗരഹൃദയെ കിമസ്തി. നഗരഹൃദയത്തിൽ എന്താണുള്ളത്? നഗരഹൃദയത്തിൽ എന്താ ഉള്ളത്? നഗരഹൃദയെ ഇവിടെ നോക്കി അറിയാം അല്ലേ? ടിപ്പു ദുർഗ, ടിപ്പുവിൻ്റെ കോട്ടയുണ്ട്. കൽപ്പാത്തി ഗ്രാമസ്യ പ്രസിദ്ധ ഉത്സവ കഹ. കൽപ്പാത്തി ഗ്രാമസ്യ പ്രസിദ്ധ ഉത്സവ ഭവതി രഥോത്സവം. ഖണ്ഡികായൈ ഉചിതം ശീർഷകം ദദാതു. ഈ പാരഗ്രാഫിന് ഉചിതമായ ശീർഷകം കൊടുക്കാം. എന്താ കൊടുക്കുക? നല്ലൊരു ഹെഡിങ്. പാലക്കാട് ജില്ല അല്ലേ? അല്ലെങ്കിൽ സുന്ദരം പാലക്കാട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇത് കൊടുക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ. ഈ പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പറിൽ വരുന്നൊരു ചോദ്യമാണ് അനുചിതം ഗണം ചിത്വാ ലിഖിതു. അനുചിതമായ ഗണം എടുത്തെഴുതുക. ഉചിതമല്ലാത്ത ഗ്രൂപ്പ് കണ്ടെത്തുക. അപ്പോൾ നോക്കൂ, ഉചിതമല്ലാത്തതെന്ന് വെച്ചാൽ തെറ്റുള്ള ഗ്രൂപ്പ്. നോക്കൂ, ശീതളം ഉഷ്ണം. എന്താണ് ശീതളം എന്ന് പറഞ്ഞാൽ? എന്താണ്? തണുപ്പാണ്. ഉഷ്ണം എന്ന് പറഞ്ഞാലോ ചൂട്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഗ്രൂപ്പാണോ? അല്ല. നമുക്ക് ആവശ്യമുള്ളതും ശരിയല്ലാത്ത ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ 1 തെറ്റാണെന്നുള്ളത് മനസ്സിലായി. 2 വേണി കേശഹ. വേണി എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി തന്നെയാണ്. അപ്പോൾ വേണി കേശഹ എന്നുള്ളത് ശരിയാണ്. വസുധാ ഭൂമി, വസുധ ഭൂമിയാണ് അല്ലേ? അപ്പോൾ ഇത് 2ഉം 3ഉം ശരിയാണ്. നമുക്ക് വേണ്ടത് ഏതാണ്? തെറ്റായിട്ടുള്ള ഗ്രൂപ്പ്. ഏതാണ് തെറ്റായിട്ടുള്ള ഗ്രൂപ്പ്? 1 മാത്രം. അപ്പോൾ 1 മാത്രം എന്നുള്ളത് ഏതാണ്? എ ആണ്. അപ്പോൾ എ എന്നുത്തരം എഴുതിയാൽ ഇവിടെ 5 മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 4ാമത്തെ നോക്കൂ, കോഷ്ടകാത് ഉചിതം ഉത്തരം ചിത്വാ ലിഖതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ ഉത്തരം എടുത്ത് എഴുതുക. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെയാണ്, പക്ഷേ ഓപ്ഷൻസ് കുറച്ച് കൂടുതൽ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതാൻ കഴിയണം. കാനി വികസന്തി. നമ്മുടെ പാഠഭാഗത്തിൽ തന്നിട്ടുണ്ട്. ഏകവചനവും ബഹുവചനവും ഒക്കെ ശ്രദ്ധിക്കണം. എന്താണ് വിരിയുന്നത്? ഇവിടെ പൂ വിരിയുന്നു എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. എന്താണ്? പൂക്കൾ വിരിയുന്നു അല്ലെങ്കിൽ പുഷ്പങ്ങൾ വിരിയുന്നു. അപ്പോൾ സൂനം എന്നുള്ളത് ഏകവചനമാണ്, സൂനി ദ്വിവചനമാണ്, സൂനാനിയാണ് ബഹുവചനം. അപ്പോൾ ഉത്തരം എന്താ വരിക? സൂനാനി വികസന്തി. സൂനാനി വികസന്തി. അടുത്ത് കേ ഉപവിശന്തി. ആരാണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ വാനരഹ എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ഒരു വാനരനാണോ? അല്ല, കുറേ വാനരന്മാരിരിക്കുന്നുണ്ട് അല്ലേ? വാനരഹ, വാനരവ്, വാനരാഹ എന്നാണ് വരിക. അപ്പോൾ കുറേ ആൾക്കാർ. ഉപവിശന്തി എന്നുള്ളത് ബഹുവചനം ആയതുകൊണ്ട് തന്നെ
വാനരാഹ എന്നുള്ള ബഹുവചനം നമ്മൾ എന്ത് ചെയ്യണം? പ്രയോഗിക്കണം. അപ്പോൾ വാനരാഹ ഉപവിശന്തി. അടുത്ത കാഹ പ്രവഹന്തി, എന്താണ് ഒഴുകുന്നത്? നദി എന്നുള്ളതിൻ്റെ ബഹുവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ഉത്തരം എഴുതാനുള്ള സ്പേസ് ഇവിടെ ഇല്ല, ഡാഷ് ഉണ്ട്. ആലോചിക്കുക. നദിയാണോ? നദി എന്ന് വെച്ചാൽ ഏകവചനമാണ്. നദ്യൗ, 2 നദികളാണ് ഒഴുകുന്നത്? അല്ല, 3 നദികൾ ഒഴുകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരിക? നദ്യഃ പ്രവഹന്തി. അടുത്തത് ചിത്രേ കേ സന്ധി, ചിത്രത്തിൽ എന്താണുള്ളത്? എന്താണുള്ളത്? എന്തെല്ലാമാണുള്ളത്? ആരൊക്കെയാണുള്ളത് എന്നുള്ള രീതിയിലാണ്. എന്താണുള്ളത്? വേഴാമ്പലുകളാണല്ലേ. വേഴാമ്പൽ എന്താ സംസ്കൃതി പറയുക? മയൂരാഹ എന്നാണോ? മയൂരാഹ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞോളൂ. മയിൽ. ഹരിണാഹ എന്ന് പറഞ്ഞാലോ? മാൻ. ചാതകാഹ, വേഴാമ്പലുകൾ. അപ്പോൾ ചാതകാഹ എന്നുള്ളത് ഇവിടെ താഴത്തേക്ക് എടുത്തെഴുതുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. കേരളെ കതി ജില്ലാഹ സന്തി, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? പറയൂ, കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഇതെത്രയാണ്? 14ആണോ 15ആണോ? കേരളത്തിൽ എത്ര ജില്ലയുണ്ട് ശരിക്കും? 15 ജില്ലകളുണ്ടോ? ഇല്ല, 14 ജില്ലകളേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതെത്രയാണ്? 14ആണോ 15ആണോ? കൺഫ്യൂഷൻ ആവരുത്. ഈ അക്ഷരം 5ആണ്. 15, ഇത് 14, 13. അപ്പോൾ ഏതാ ഉത്തരം? 14 എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ. അവസാനത്തെ പ്രവർത്തനം ഒരു ചിത്രത്തിൽ നിറം കൊടുക്കാനാണ്. ഇതിൻ്റെ ഒപ്പം മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ ഈ ഒരു മാതൃക ചോദ്യപേപ്പർ നിങ്ങളൊരു മാതൃകയായിട്ട് മാത്രം മനസ്സിൽ വയ്ക്കുക. ഇതുപോലെയുള്ള ഒരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.